ഇതിലേക്ക് വീണ്ടും തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഗുണ്ടകൾ അറസ്റ്റിൽ. കുപ്രസിദ്ധ ഗുണ്ട സ്റ്റംബർ അനീഷാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഗുണ്ടകളെ അണിനിരത്തിയുള്ള ജന്മദിനാഘോഷം പോലീസ് തടഞ്ഞതാണ് ഗുണ്ടകളെ പ്രകോപിപ്പിച്ചത്. SHO അടക്കമുള്ള പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷമൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതിനിടപെട്ട ഈ ഗുണ്ട ആഘോഷം തടഞ്ഞതിന്റെ പേരിൽ പോലീസുകാരെ ആക്രമിക്കുന്ന സംഭവം അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തതാണ്. എന്താണ് നെടുമങ്ങാട് സംഭവിച്ചത്? അതിവേഗത്തിൽ തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞോ? ടോം, ആലപ്പുഴയിൽ ഈ തരത്തിൽ ഗുണ്ടകൾ ഒത്തുകൂടി ജന്മദിനാഘോഷം സംഘടിപ്പിച്ച പരിപാടി ഉണ്ടായിരുന്നു. അന്ന് വാള് കൊണ്ടാണ് ബർത്ത്ഡേ കേക്ക് മുറിച്ചത്. ആ സംഭവത്തിന് പിന്നാലെ പോലീസുകാർ ഈ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗുണ്ടകളുടെ ആഘോഷം അത് തടയാൻ പോലീസ് ആദ്യം ശ്രമിക്കുന്നു. ഇവർ ഒത്തുകൂടിയപ്പോൾ പോലീസ് ഇവരെ പിടികൂടാൻ വേണ്ടി എത്തുന്നു. ഈ സമയത്താണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. 6 പോലീസുകാർക്ക് CA ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിന് ശേഷം 12 ഗുണ്ടകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ്. സ്റ്റംബർ അനീഷ് എന്ന നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ഉള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ്. അവിടെ പ്രാദേശികമായി ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാളുടെ സഹോദരിയുടെ മകളുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മറ്റ് സുഹൃത്തുക്കളെ അവരെല്ലാം തന്നെ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അവരെ വിളിക്കുന്നു. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് മനസ്സിലാക്കി ഈ വീട്ടുകാരോട്, സ്ത്രീകളടക്കമുള്ള ആളുകളോട് ഇങ്ങനെ ഇവിടെ ആൾ കൂടിയാൽ നടപടിയെടുക്കുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിക്കുന്നു. പക്ഷേ അതിന് വഴങ്ങാതെ രാത്രിയോടുകൂടി ഗുണ്ടകളെല്ലാം കൂടി ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ, അതായത് ഈ സ്ത്രീകളുള്ള വീടല്ല മറ്റൊരു വീട്ടിലേക്ക് ഇവർ ആഘോഷം മാറ്റുകയും അവിടെ ഒത്തുചേരുകയും ചെയ്യുന്നു. ഈ വിവരമറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്കെത്തി. തുടർന്നാണ് പോലീസിന് നേരെയുള്ള ആക്രമണമുണ്ടായത്. ഈ കല്ലും അതോടൊപ്പം തന്നെ കമ്പും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ദേഹോദ്രവം ഏൽപ്പിച്ചു. 2 SIമാർക്ക് പരിക്കേറ്റു. 3 കോൺസ്റ്റബിൾമാർക്കും ആദ്യം പരിക്കേറ്റു. തുടർന്ന് ഈ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി ആ വീട്ടിലേക്ക് എത്തി. അപ്പോഴാണ് ഇവർക്ക് നേരെ വീണ്ടും അക്രമമുണ്ടായത്. ഇവരെല്ലാം തന്നെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റംബർ അനീഷ് ഉൾപ്പെടെ 12 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി തന്നെ 6 പേരെ പിടികൂടിയിരുന്നു. ഇപ്പോൾ മറ്റ് 6 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഈ തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് വർക്കലയിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? വിനോദ്, നിലവില് 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ? മാത്രമല്ല, വിനോദ് നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രതികളൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന. ഈ പിറന്നാൾ ആഘോഷത്തിന്റെ മറവിൽ ഒരു ലഹരി പാർട്ടി ആയിരുന്നു അവിടെ നടന്നത്. ടോം, അങ്ങനെ തന്നെയാണ്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ വരുന്നു, ഇങ്ങനെ ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടുകാരെ ഈ തരത്തിൽ ആളുകൾ കൂടിയാൽ നടപടിയെടുക്കുമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷവും ഇവർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ മറ്റൊരു വീട്ടിൽ എല്ലാ ഗുണ്ടകളും കൂടി ഒത്തുകൂടി എന്ന വിവരം പോലീസിന് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയുമായിരുന്നു. തുടർന്ന് ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഗുണ്ടകൾ പ്രകോപിതരായത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ വർക്കലയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അവിടെ ഈ തരത്തിൽ ഒരു ക്രിമിനൽ കേസിന് ശേഷം ഈ പ്രതികളെല്ലാം ഒളിവിൽ താമസിക്കുകയും ഇവരെ പിടികൂടാൻ വള്ളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് പോലീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ സമയത്ത് മറ്റൊരു വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളത്തിൽ വീണ് മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ ഘട്ടത്തിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തുടരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ അതിന് തടയിടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. അവിടെ ഈ കാപ്പ കേസിൽ സ്റ്റംബർ അനീഷ് കാപ്പ കേസിൽ പ്രതി കൂടിയാണ്. അനീഷിനെ ഉൾപ്പെടെ ഉള്ളവരെ പുറത്ത് സ്വതന്ത്രമായി വിടരുത് എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ ഇത് സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സ്വതന്ത്രമായി വിടരുത്, ഇവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നടത്തുകയും ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ റിപ്പോർട്ട് നൽകുകയും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുകയാണെങ്കിൽ ഇവരെ ജയിലിലടക്കുകയും ചെയ്യുക എന്ന കാര്യം. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന ആരോപണം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ പലരും ഏതാണ്ട് 10ഓളം കേസുകളിൽ പ്രതികളാണ്. വധശ്രമമോ അല്ലെങ്കിൽ ഭവനഭേദനം, മോഷണം,
തുടങ്ങി പല കേസുകളിൽ പ്രതികളായ ആളുകളാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ള വകുപ്പുകൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇപ്പോൾ തന്നെ ഈ കേസിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള നടപടികളാണ് ഇവിടെ ചോദ്യമായി മാറുന്നത്. ഇത്തരത്തിൽ കേസിൽപ്പെടുന്ന ആളുകളെ എങ്ങനെയാണ് പുറത്തുവിടുന്നത്? കാപ്പ കേസിലെ പ്രതികളെ നിരീക്ഷിക്കാനുള്ള എന്ത് സംവിധാനമാണുള്ളത്? പോലീസ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ച് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അത് തീർച്ചയായും ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോലീസിന് നേരെയായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമെങ്കിൽ കൊച്ചിയിലൊരു ഹോട്ടലിലാണ് ഗുണ്ടാ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയത്. ഗാന്ധിനഗറിലെ ഹോട്ടലിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘത്തിന്റെ ഗുണ്ടാ വിളയാട്ടത്തെ കുറിച്ചാണ് BV വിനോദ് റിപ്പോർട്ട് ചെയ്തത്. കൊച്ചിയിലും സമാനമായ രീതിയിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന അവസ്ഥ. ഈ പിടിയിലായ 2 പേർ മാത്രമാണോ ഈ കേസിലുള്ളത്? കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ? ടോം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു 4 പേരെങ്കിലും ഇവർക്കൊപ്പം ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇതിൽ 2 പേരാണ് ഈ ക്യാഷ് കൗണ്ടറിന് അടുത്തേക്ക് വരികയും ഒപ്പം തന്നെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അതിലൊരാളാണ് തൻ്റെ അരയിൽ നിന്ന് വടിവാൾ ഊരി അത് മാരകമായ രീതിയിൽ അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് അയാൾക്ക് നേരെ ചൂണ്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി അതിന് അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സംഘം അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ മറ്റ് 2 പേർ കൂടി അവർക്കൊപ്പം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നഗരത്തിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ഗുണ്ടാ വിളയാട്ടം എന്ന രീതിയിൽ തന്നെ പലപ്പോഴും പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ പോലീസ് അതെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും പറയുന്നത്. ഗുണ്ടകളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് പലപ്പോഴും ഇത് സംബന്ധിയായ പരാതികളെല്ലാം തന്നെ ഉയരുകയും ചെയ്യുന്നു. ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പണം അത് കൊടുക്കുന്നത് സംബന്ധിയായ ഒരു കാര്യങ്ങളിലാണ് ഇങ്ങനെ ഒരു തർക്കം ഉടലെടുക്കുകയും തുടർന്ന് വടിവാൾ ഊരി അത് കഴുത്തിന് വയ്ക്കുന്ന രീതിയിലാണ് ഏതാണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നടക്കുക എളുപ്പത്തിൽ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത് ഇവർ 2 പേർക്കും തന്നെ പല കുറ്റകൃത്യങ്ങളിലും അവരെ പ്രതിയാവുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നത്. അതുകൊണ്ട് പോലീസുകാർക്ക് ഇവർ അപരിചിതരൊന്നുമല്ല, അവർക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ വലുതാണ്. കാരണം ഇത് വളരെ പരസ്യമായിട്ട് തന്നെയും നഗരമധ്യത്തിൽ തന്നെയും ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അവർ കടന്നു വരാനായിട്ട് ധൈര്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിന് കൃത്യമായ രീതിയിൽ ഇടപെടേണ്ടത്, കടിഞ്ഞാണിടേണ്ടതെല്ലാം തന്നെ പോലീസ് ഇടപെടൽ തന്നെയാണ് വേണ്ടത്. പോലീസ് കൃത്യമായ രീതിയിൽ അതിൽ പെട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ടെന്ന് ഒരു വശത്ത് അവകാശപ്പെടുമ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് പോലീസിൻ്റെ ഒരു CCTV ക്യാമറ ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടല്ല, പക്ഷെ നഗരത്തിലെ മറ്റ് കുറ്റകൃത്യങ്ങളിലെ ഇടപെടാൻ കഴിയുന്നത് പോലീസിന്റെ CCTV ക്യാമറകളാണ്. പക്ഷെ ആവശ്യത്തിനുള്ളൊരു ഫുട്ടേജുകൾ പോലും അതിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്നൊരു പരാതി പോലീസുകാർക്ക് തന്നെ ഇതിനകത്ത് ഉണ്ട്. അതിനിടയിൽ ഇവർ ആശ്രയിക്കുന്നത് മറ്റേ ഈ കടകളിലെയും ഇതുപോലുള്ള സാഹചര്യങ്ങളുമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റൊന്നും പോലീസ് ക്യാമറകളുടെ ഈ തെരുവുകളുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടുമില്ല. എന്തായാലും ഇത്തരം സംഘങ്ങളെല്ലാം അഴിഞ്ഞാടുന്നത് പോലീസിന്റെ വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത്. കൊച്ചിയെ നടുക്കുന്ന സംഭവമാണ് കഴിഞ്ഞ രാത്രി ഗാന്ധിനഗറിലെ ഹോട്ടലിൽ ഉണ്ടായത്. ഈ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ, പണം ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായില്ല. വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഡാനിയും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് എന്തുകൊണ്ട് മടിക്കുന്നു? ഈ ഗുണ്ടാ വിളയാട്ടം ഇതുപോലെ വീണ്ടും ആവർത്തിപ്പിക്കപ്പെടാൻ കാരണം പോലീസിന്റെ വീഴ്ചയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കളമശ്ശേരി